പുരോഹിതന്മാരിലും വിവരം കെട്ടവന്മാരുണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത് കേട്ടാരും ഞെട്ടണ്ട. കാരണം ഈ മുഖ്യന്റെ പാർട്ടി ഇന്ന് തോൽവി ഏറ്റുവാങ്ങിയതിന്റെ കാരണം വെളിപ്പെടുത്തിയ യാക്കോബായ സഭാ നിർണ്ണ ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിയോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് പിണറായി മുഖ്യന്റെ പാർട്ടി അന്ന് ജയിക്കാൻ ഇടവെച്ചത് അന്നത്തെ പ്രളയമായിരുന്നു. ഇല്ലെങ്കിൽ ഇന്ന് തോറ്റു തൊപ്പിയിട്ടതുപോലെ അന്നത്തെ ഇലക്ഷനിലും പിണറായി കൂട്ടരും പൊട്ടി പാളിസായനെ എന്നാണ് ഈ പുരോഹിതൻ പറഞ്ഞത്. ഇതോടെയാണ് പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് മെത്രാപ്പൊലിത്തയ്ക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം തന്നെ പിണറായി നടത്തുകയാണ്. 2023-24 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതായത് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു പരാമർശം എടുത്തിട്ടിരിക്കുന്നത്. അതായത് പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നുമാണ് പുരോഹിതൻ പറഞ്ഞത്. ഇത് കേട്ടിട്ടാണ് പുരോഹിതന്മാർക്കിടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകുമെന്ന് ഈ വാചകത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട DA കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസം വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും എല്ലാ കാലത്തും ആ വിഷമം ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്നും ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമെന്നൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി വെച്ച് കാച്ചിയിട്ടുണ്ട്. പെൻഷൻകാരുടെ DRനും ഈ കാലയളവിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നതിനും സാഹചര്യം അനുകൂലമായി മാറുമെന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയായിരുന്നു മെത്രാപ്പൊലിത്തയുടെ വിമർശനമുണ്ടായതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നും ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിയിൽ നിന്ന് CPM ഇപ്പോഴും മുക്തരായിട്ടില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ CPMനെ അണികൾ പോലും വലിച്ചു കീറുന്ന ഒരു ചടങ്ങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി തന്നെ അണികൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും CPMനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമൊക്കെ നടത്തുകയാണ്. പാർട്ടി ഗ്രൂപ്പുകളിൽ നിന്നും അനുഭാവി ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിക്കേറ്റ തിരിച്ചടി സമചിത്തതയോടെ നേരിടാനും പ്രശ്ന കാരണങ്ങൾ ഇടകീറി പരിശോധിക്കാനുമൊക്കെ നേതൃത്വം തയ്യാറെടുക്കുന്നതിനിടെയാണ് അണികളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായി പ്രതികരിക്കുന്നത്. അതായത് പാർട്ടി അമരക്കാരനാണെന്ന റോൾ വഹിക്കുന്നതിൽ MV ഗോവിന്ദൻ പരാജയമാണെന്ന ആരോപണം സ്വന്തം മണ്ഡലമായ തളിപ്പറമ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയരുകയാണ്. K സുധാകരന് 8000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ഉത്തരവാദിത്തം മണ്ഡലത്തിലെ MLA കൂടിയ ഗോവിന്ദനുണ്ട് എന്ന് തന്നെയാണ് അണികൾ പോലും ഇപ്പോൾ വിമർശിക്കുന്നത്. മാത്രമല്ല BJPക്ക് ഇത്രയധികം വോട്ടുകൾ നേടിക്കൊടുത്തതെല്ലാം തന്നെ പാർട്ടി വോട്ടുകളാണെന്നും അതായത് പാർട്ടി വോട്ടുകൾ തന്നെ അവിടെ ചോർന്നു എന്ന് തന്നെയാണ് അണികൾ പറയുന്നത്. ഇതൊക്കെ അപകടകരമായ ഒരു സാഹചര്യം എന്ന് തന്നെയാണ് പ്രവർത്തകരിൽ നിന്ന് ഉയരുന്ന വിമർശനം. അതുമാത്രമല്ല മുഖ്യമന്ത്രി ജനവിധിയെ മാന്യമായി അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ ശതമാന കണക്കുകൾ പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ പാർട്ടി സെക്രട്ടറി നടത്തുന്ന പ്രതികരണങ്ങൾ പോലും പ്രതിസന്ധി മൂർജിപ്പിക്കുമെന്ന് തന്നെയാണ് വിമർശിക്കുന്നത്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭയിൽ എത്തുമ്പോൾ LDFന് ജില്ലയിൽ 2,12,000 വോട്ടുകൾ കുറഞ്ഞതും വിമർശകർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വോട്ടുകൾ BJPക്കും LDFനും ലഭിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. UDFന് ജില്ലയിൽ 1.54 ലക്ഷത്തിന്റെ വർധനവുണ്ടായിട്ടുണ്ടെന്നും BJPക്ക് 60,200 വോട്ടുകളുടെ വർധനവുണ്ടായിട്ടുണ്ടെന്നും പാർട്ടി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ഓരോ ബൂത്തിലും 50 മുതൽ 100 വരെ വോട്ടുകൾ CPMന് നഷ്ടമായതായിട്ടുള്ള കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെ കണക്കുകളൊക്കെ വെക്കുന്നത്. അതായത് നിലവിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും വോട്ടുകൾ നിലവിൽ UDFനും BJPക്കും ഒക്കെ മാറിയെന്ന് തന്നെയാണ് പരസ്യമായിട്ട് അണികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.